പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പല കാരണങ്ങൾ കൊണ്ടും അതിന് സാധിക്കാതെ പോയിരുന്നു. ഇതുവരെ നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. 1950 കൂടി കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കൊല്ലം മുതലായ ജില്ലകളിൽ നിന്നും കുടിയേറി പാർത്തവരാണ് ഇന്നത്തെ നെടുങ്കണ്ടത്തെ പ്രദേശവാസികൾ നമുക്ക് പറയാൻ പറ്റും. കേരളത്തിലെ തേക്കടി പെരിയാർ വന്യജീവി സങ്കേതത്തിനും മൂന്നാർ മലനിരകൾക്കും ഇടയിലാണ് നെടുങ്കണ്ടം സ്ഥിതി ചെയ്യുന്നത്. ആ നെടുങ്കണ്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് എന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഏറ്റവും അടുപ്പമുള്ളൊരു സ്ഥലമാണ് നെടുങ്കണ്ടം. 2007 മുതൽ 2010 വരെ നെടുങ്കണ്ടം പോളിടെക്നിക്കിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ഒരു 3 വർഷത്തോളം ആ നാട്ടിൽ ജീവിച്ചു. അത് മാത്രമല്ല, എൻ്റെ അമ്മയുടെ വീടും കൂടെയാണ് നെടുങ്കണ്ടം. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മകളുണ്ട് ഈ നെടുങ്കണ്ടത്ത്. കഴിഞ്ഞൊരു 10-15 വർഷം കൊണ്ട് ഈ നെടുങ്കണ്ടത്തിനുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് നെടുങ്കണ്ടത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ അവിടെ നിന്നൊരു ബസ് കട്ടപ്പനയ്ക്കാണെന്ന് തോന്നുന്നു, ഒരു ബസ് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെടുങ്കണ്ടം സംബന്ധിച്ചിടത്തോളം നെടുങ്കണ്ടം ടൂറിസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. നെടുങ്കണ്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളാണ് കൈലാസപ്പാറ, മാൻകുത്തിമേട്, എഴുകുമ്പയിൽ കുരിശുമല. ഇതൊക്കെ നെടുങ്കണ്ടത്തിൻ്റെ പ്രസക്തി വളരെയേറെ വർദ്ധിപ്പിക്കുന്നു. അതുമാത്രമല്ല, തേക്കടിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ തിരിച്ചു യാത്ര ചെയ്യുന്നവർ അവർക്ക് നെടുങ്കണ്ടം വരാതെ പോകാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു ഇടയ്ക്കാണ് നെടുങ്കണ്ടം സ്ഥിതി ചെയ്യുന്നത് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാടിനോടും കാട്ടുമൃഗങ്ങളോടും ഒക്കെ പൊരുതി വാസയോഗ്യമാക്കിയിട്ടുള്ള ഒരു നാടാണ് നെടുങ്കണ്ടം. ഇത് കുറേ നാളുകൾക്ക് മുമ്പ്, അതായത് 1950 കാലഘട്ടങ്ങളിലാണ് ഇങ്ങോട്ടേക്കുള്ള കുടിയേറ്റം ആരംഭിച്ചതെന്ന് പറയാൻ പറ്റും. ഇവിടുത്തെ മെയിൻ കൃഷികളാണ് ഏലവും കാപ്പിയും ഒക്കെയാണ്. കുരുമുളകും കാപ്പിയൊക്കെയാണ് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള കൃഷികൾ. തമിഴ്നാട്ടിലെ ബോഡി, കമ്പം, തേനി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടുന്ന് തമിഴ്നാട് RTC തന്നെ ബസ് നമുക്ക് ലഭ്യമാണ്. ഇതൊരു മലയോര ഗ്രാമമാണ്. പിന്നെ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്താണ് കമ്പമായിട്ടുള്ളത്. അതിനുശേഷം പിന്നെ തമിഴ്നാടാണ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് തമിഴ് വംശജരെയും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നെടുങ്കണ്ടത്ത് ഒരു പോളിടെക്നിക് ഉണ്ട്. ആ പോളിടെക്നിക്കിലാണ് ഞാനും പഠിച്ചിരുന്നത്. അപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് അവിടെ പഠിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ. അപ്പം എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി തന്നെയാണ് നെടുങ്കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുത്തെ ഇപ്പം ചെന്ന സമയത്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് നെടുങ്കണ്ടത്ത് ചെന്നത്. ആ സമയത്തൊക്കെ ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. നെടുങ്കണ്ടത്തെ കാലാവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല മഴയും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല ജീവിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് മാനസികമായിട്ട് ഒരുപാട് താല്പര്യമുള്ള, താമസിക്കാനും ജീവിക്കാനും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് നെടുങ്കണ്ടം. ഇന്ന് ഒരുപാട് വികസനങ്ങളിലേറി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ, റോഡ് സൗകര്യങ്ങൾ, ബസ് കണക്ടിവിറ്റി എല്ലാം നെടുങ്കണ്ടത്ത് ഇന്ന് അവൈലബിൾ ആണ്. നെടുങ്കണ്ടത്ത് മാത്രമല്ല, ഇടുക്കി ജില്ലയുടെ പല സ്ഥലങ്ങളിലും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.